ഹരിനാരായണൻ ഒരു മനോരോഗിയല്ല. അദ്ദേഹം സ്വതന്ത്രനാക്കപ്പെടേണ്ടയാൾ തന്നെയാണ്. പന്ത്രണ്ട് വർഷക്കാലം ഭ്രാന്താശുപത്രിയിൽ നിന്ന് ലഭിച്ച പീഡനങ്ങൾ ദുസ്സഹമായിരുന്നു അല്ലേ? അതെ. ശരീരത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോഴും ശരീരത്തിലേക്കാൾ കൂടുതൽ വേദന നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അല്പം പണത്തിനു വേണ്ടി നിങ്ങളുടെ സ്വന്തം സഹോദരനാണ് ഈ കൊടും ക്രൂരത നിങ്ങളോട് കാണിക്കുന്നതെന്നുള്ള തിരിച്ചറിവുകൊണ്ട്. എന്താ ശരിയല്ലേ? എന്റെ സഹപ്രവർത്തകൻ പറഞ്ഞതുപോലെ രക്തമൂറ്റി കുടിക്കുന്ന ഡ്രാക്കുളയാണ് അയാൾ. അയാൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ കയ്യിലൊരു തോക്കും ഈ കയ്യിലൊരു വാളും ഞാൻ ഏൽപ്പിക്കുകയാണ്. ഒരു വ്യാഴവട്ടക്കാലം നിങ്ങളെ നരകയാതന അനുഭവിപ്പിച്ച ക്രൂരനോട് ഇതിൽ ഏത് കൈകൊണ്ടാണ് നിങ്ങൾ ശിക്ഷ നടപ്പാക്കുക? പറയണം മിസ്റ്റർ ഹരിനാരായണൻ, ഇതിൽ ഏത് കൈകൊണ്ടാ നിങ്ങളെ പ്രതികാരം തീർക്കുക? എന്റെ കൈകളല്ല, ഈശ്വരന്റെ കൈകളാ അയാൾക്കുള്ള ശിക്ഷ വിധിക്കേണ്ടത്. പക്ഷേ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചില്ലേ? 30 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലേ? അത് ഇനിയും സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് പോരാ. എന്റെ കക്ഷിക്ക് ഇദ്ദേഹം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ അത് പരിഹരിച്ചോളാമെന്നുള്ള സമ്മതത്തോടെ ആരെങ്കിലും ഒരാൾ ഹരിനാരായണനെ ഏറ്റെടുക്കാൻ തയ്യാറാവണം. ചുരുങ്ങിയത് 3 മാസത്തേക്കെങ്കിലും. എങ്കിൽ മാത്രമേ അദ്ദേഹത്തെ വിട്ടയക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം എന്റെ കക്ഷിയോട് ചെയ്യുന്ന അനീതിയായിരിക്കും. ദാറ്റ്സ് ഓൾ യുവർ ഓൺ. ജയിച്ചടോ, നമ്മൾ ജയിച്ചു. അവനെ ഏറ്റെടുക്കാൻ ഏത് കോട്ടാലത്തുകാരൻ വരാനാ? ഞാൻ തയ്യാറാണ് സാർ. ഹരിനാരായണനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് സാർ. ഏറ്റെടുക്കുന്നയാൾ ഹരിനാരായണൻ എത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാലും കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കും. അറിയാം. ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്താൻ ആ ബാധ്യത ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഏറ്റെടുക്കുന്നയാളുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതും അതെന്റെ കക്ഷിക്ക് പര്യാപ്തമാണെന്ന് ബോധ്യപ്പെടേണ്ടതുമുള്ളത് കൊണ്ട് അതേക്കുറിച്ച് ചോദിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. കം ഓൺ, നിങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ പറയൂ. എന്റെ പേരിൽ സ്വത്തുക്കളൊന്നുമില്ല. ചുരുങ്ങിയത് 1 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായില്ലാതെ എങ്ങനെയാ ജയകൃഷ്ണ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? സാരമില്ല, താങ്കളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് വെളിപ്പെടുത്തണം. പറയൂ മിസ്റ്റർ ജയകൃഷ്ണൻ. 750 രൂപ. രൂപ പര്യാപ്തമാവില്ലല്ലോ ജയകൃഷ്ണൻ. ചുരുക്കി പറഞ്ഞാൽ ഒരു സോഡാ കുപ്പി ഹരിനാരായണൻ പൊട്ടിച്ചാൽ പോലും ഇയാളെ കൊണ്ട് വീട്ടാൻ പറ്റില്ലെന്നർത്ഥം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇപ്പോ എനിക്കൊരു സംശയം. എനിക്ക് വട്ടുണ്ടോന്ന്. അല്ലെങ്കിൽ തന്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഞാൻ ഈ പാഴ്വേലക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ. ഞാൻ നന്നായി തന്നെ കേസ് വാദിച്ചത്. പക്ഷെ തന്നെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ടാവില്ല. ഒരു നുള്ളു മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്തൊരു തെണ്ടിയാണ് ഞാൻ. എന്തെങ്ങനെ ചങ്കു പൊട്ടി നിൽക്കാ പാവം. ഇനിയും വിഷമിപ്പിക്കരുത്. ചത്തുപോയാള്. തനക്കൊരു ജാമ്യക്കാരന് കിട്ടാൻ വേണ്ടി ഈ കുറച്ചു സമയം കൊണ്ട് ജയേട്ടൻ ഒരുപാട് പേരുടെ കാൽക്കൽ വീണതാ. ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് ആരും തയ്യാറാവണില്ലേ? ജാമ്യം നിൽക്കാൻ ഒരാളെ തേടി നാട് മുഴുവൻ അലഞ്ഞപ്പോ പരിചയക്കാരുടെ കൂട്ടത്തിലെങ്കിൽ എന്നെ ഒന്ന് ഓർക്കായിരുന്നില്ലേ? ഒരു സ്ഥലത്തെങ്കിലും എന്റെ ജയേട്ടനൊന്ന് ജയിച്ചു കാണാൻ വേണ്ടി സ്വത്തുക്കളല്ല, എന്റെ ജീവൻ പോലും പണയപ്പെടുത്തില്ല ഞാൻ. ഇനി രണ്ടാളും വേഗം ഓഫീസിലേക്ക് ചെല്ല്. പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹരിനാരായണന്റെ ലോക്കൽ ഗാർഡിനായി ജയകൃഷ്ണനും ഗ്യാരണ്ടറായി രാധികയും എന്ന് ഒപ്പിട്ടോളൂ.
ഹരിനാരായണ 3 മാസത്തേക്ക് ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ 3 മാസവും താങ്കൾ ഞങ്ങളുടെ അതിഥിയായിരിക്കും. വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ കോടതി വീട്ടിലെ ചെറിയ സന്തോഷങ്ങളിലും കൊച്ചു ദുഃഖങ്ങളിലും ഒക്കെ താങ്കൾക്കും പങ്കുചേരാം. എങ്ങനെ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല ജ്യേഷ്ഠ. ഏയ് come on. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദാ ഇവളോടാ. മറക്കില്ല, ഒരിക്കലും ഞാൻ മറക്കില്ല. ലോകാവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാവും. ഒരടിമയായിട്ട്, ദാസനായിട്ട്. നീ രാധികയല്ല, ദേവതയാ, ദേവത. അയ്യേ. 10-12 വർഷത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടുമല്ലേ, അതിന്റെയാ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, അവിടെ റസിയ കാത്തു നിൽക്കുന്നുണ്ടാവും. ഹരിനാരായണ, ഞാൻ വീഴും. ഓഹോ, അവിടെ ഇരിക്കാം. ഇനിയെങ്കിലും ഈ കരച്ചിലൊന്ന് നിർത്തന്റെ ഹരിനാരായണ. മതി, അങ്ങോട്ട് അങ്ങോട്ട്. പൊന്നപ്പാ, ദാ, കരച്ചില് നിർത്തുന്നില്ല. ഒരു ശക്കല കുഴപ്പമുണ്ട്. ഏയ്, ഈശ്വരന്മാര് പോലും ചെയ്യാൻ മടിക്കുന്ന ഉപകാരല്ലേ ജയേട്ടന് രാധിയും അയാൾക്ക് വേണ്ടി ചെയ്തത്. ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളു തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. പൊന്നപ്പാ, ചേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ദേ, അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. താൻ എന്താ ഈ പറയുന്നേ? ആ, എന്തു പറ്റി? തനിക്കും ഭ്രാന്ത് പിടിച്ചു? എനിക്കല്ല, അവന് ഭ്രാന്ത് തുടങ്ങി. അവൻ ആ കോടതി മുറ്റത്തിരുന്ന് പൊട്ടി പൊട്ടി കരയുക. അതവന് സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടാ കോടതി അവന് വെറുതെ വിട്ടില്ല. ഏയ്, സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടല്ല. പിന്നെ? 5 വർഷത്തിന് മുമ്പ് ദേ, കാത്തിട്. ഈ വെട്ടുന്നതിന് മുമ്പ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചല്ലോ, കരച്ചിൽ കരഞ്ഞു, ഈ എന്നും പറഞ്ഞ്. അതേ കരച്ചിൽ, അതേ ശ്രുതിയിൽ ആ വക്കീലിനെ കെട്ടിപ്പിടിച്ചവൻ ആ കോടതി മുറ്റത്തിരുന്ന് കരയ്യ, ഈ എന്ന് പറഞ്ഞ്. ഓടാ ഓടാ വക്കീലെ, തനിക്ക് ഓർമ്മയുണ്ടോ 5 വർഷത്തിന് മുമ്പ് ഞാൻ ഇനി അത് പൊക്കല്ലേ. ഞാൻ ഇനി പൊക്കി കാണിക്കും. ദേ, ഇതേ വെട്ട് അവനിന്ന് ആ വക്കീല് കവിൾന്നോ മലന്നോ കിടക്കുമ്പോൾ വെട്ടും. ഒരൊറ്റ വെട്ട് 2 മുറി.